ബാർക്കോഴക്കേസിൽ മന്ത്രി കെ ബാബു വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പീപ്പിൾ ടിവി ഇതാ പുറത്തുവിടുന്നു. ബാർ ഉടമകളുമായി നടത്തിയ പ്രീ ബജറ്റ് ചർച്ചയിൽ ലൈസൻസ് ഫീ ഉയർത്തുമെന്ന് അറിയിച്ചതായി ബാബു. ലൈസൻസ് ഫീ 25 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്ന എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയാണ് ബാബു യോഗത്തിൽ അറിയിച്ചത്. ബാർ ഉടമകളുമായി പ്രീ ബജറ്റ് ചർച്ച നടത്തിയില്ലെന്നായിരുന്നു എക്സൈസ് വകുപ്പ് നൽകിയ വിവരാവകാശ രേഖയിലും വ്യക്തമാക്കുന്നത്. ലൈസൻസ് ഫീ ഉയർത്തുമെന്ന് പറഞ്ഞാണ് ബാബു കൈക്കൂലി വാങ്ങിയതെന്ന ബിജു രമേശിന്റെ വാദത്തെയും ഈ പുതിയ തെളിവുകൾ സാധൂകരിക്കുന്നു. വിവരങ്ങളുമായി സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുന്നു. സജേഷ്, കെ ബാബുവിന്റെ എക്സൈസ് വകുപ്പ് നൽകിയ വിവരാവകാശ രേഖ കള്ളമെന്ന് തെളിയുന്നു. ബിജു രമേശ് ബാർ ഫീസ് കൂട്ടുമെന്ന് പറഞ്ഞാണ് കോഴ വാങ്ങിയതെന്ന ബിജു രമേശിന്റെ പരാതി സാധൂകരിക്കുന്നു. വിജിലൻസിന് കെ ബാബു നൽകിയ മൊഴിയുടെ പകർപ്പാണ് ലഭിക്കുന്നത്. പറയൂ സജേഷ്. തീർച്ചയായും ജിംഷാദ്, ബാർ കേസിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ വിജിലൻസിന്റെ മധ്യമേഖലാ യൂണിറ്റിന് കെ ബാബു നൽകിയ മൊഴിയുടെ പകർപ്പാണ് പീപ്പിൾ ടിവി ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ മൊഴിയിൽ വളരെ കൃത്യമായി തന്നെ ലൈസൻസ് ഫീസ് ഉയർത്തുമെന്ന് പ്രീ ബജറ്റ് യോഗം ചേർന്ന് ബാർ ഉടമകളെ അറിയിച്ചതായി കെ ബാബു തന്നെ സമ്മതിക്കുന്നുണ്ട്. ബാബുവിന്റെ മൊഴി പകർപ്പ് ഞാൻ വായിക്കാം. എക്സൈസ് കമ്മീഷന്റെ ഒരു പ്രപ്പോസൽ എനിക്ക് തന്നിരുന്നു. അത് 7 വർഷമായി ബാർ ലൈസൻസ് ഫീസ് ഉയർത്തിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ 25 ലക്ഷം ആക്കണമെന്ന് കമ്മീഷണർ ശുപാർശ ചെയ്തിരുന്നു. ഇക്കാര്യം 2013 ഫെബ്രുവരി 4-ാം തീയതിയിൽ എൻ്റെ ചേംബറിൽ ഒരു മീറ്റിംഗ് കൂടി. അത് സാധാരണ ചേരാറുള്ളതുപോലെ ഒരു പ്രീ ബജറ്റ് മീറ്റിംഗ് ആയിരുന്നു. ഈ പ്രീ ബജറ്റ് മീറ്റിംഗിൽ ബാർ ഉടമകളെ ഇക്കാര്യം ഞാൻ അറിയിക്കുകയും ചെയ്തുവെന്ന് ബാബുവിൻ്റെ മൊഴിയിൽ പറയുന്നു. ബാബുവിൻ്റെ മൊഴിക്കൊപ്പം അന്നത്തെ എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറുടെ മൊഴിപ്പകർപ്പും നമ്മൾ പുറത്തുവിടുന്നു. അതിൽ അനിൽ സേവ്യറും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പ്രീ ബജറ്റ് യോഗം ചേർന്നു. ബാർ ഹോട്ടലുകളുടെ ലൈസൻസ് ഫീ വർധനവ് 2007 ശേഷം നടത്തിയിട്ടില്ലെന്നും ആയതുകൊണ്ട് ഫീസ് വർധനവ് അനിവാര്യമാണെന്നും മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നതെന്നാണ് എക്സൈസ് കമ്മീഷണർ പറയുന്നത്. ഈ 2 മൊഴികൾ പുറത്തു വരുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന പ്രധാന ചോദ്യങ്ങൾ ഇവയാണ് അജിംഷാദ്. ഒന്ന്, എക്സൈസ് മന്ത്രിക്ക് പ്രീ ബജറ്റ് യോഗം വിളിക്കുന്നതിന് അധികാരമുണ്ടോ? ഇക്കാര്യത്തിൽ നിയമവൃത്തങ്ങൾക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. പ്രീ ബജറ്റ് യോഗം ചേരാമെന്ന് ഒരു വിഭാഗം അഭിഭാഷകർ പറയുമ്പോൾ പ്രീ ബജറ്റ് യോഗം എക്സൈസ് മന്ത്രി വിളിക്കുകയും ചെയ്യുന്നത് ശരിയല്ലെന്നും ധനമന്ത്രിയുടെ മാത്രം അധികാര പരിധിയാണെന്നും ഒരു വിഭാഗം അഭിഭാഷകർ പറയുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രീ ബജറ്റ് യോഗത്തിൽ നികുതി നിർദ്ദേശവും ബാർ ലൈസൻസ് ഫീ പോലുള്ള കാര്യങ്ങൾ ഉയർത്താൻ പോകുന്നത് ഇത്ര ലക്ഷമാക്കി ഉയർത്തും എന്ന് മന്ത്രി പറയുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പൊതുവിൽ നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മറുപടി ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ്. ഒരു പ്രീ ബജറ്റ് യോഗത്തിൽ തൽപര കക്ഷികളോട് ഇത്ര ലക്ഷമാക്കി ഫീസ് ഉയർത്തി എന്ന് പറഞ്ഞതുപോലും വലിയ ഗുരുതരമായ പിഴവാണെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 3, ഏറ്റവും സുപ്രധാനമായ കാര്യം, ബിജു രമേശിന്റെ ആരോപണത്തിൽ പറയുന്നത് ബാർ ലൈസൻസ് ഫീസ് ഉയർത്തുമെന്ന് പ്രതീതി ഉണ്ടാക്കി 30 ലക്ഷമാക്കി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അതനുസരിച്ച് കോഴ ആവശ്യപ്പെട്ടു എന്നാണ്. ഇതിനെ ഭാഗികമായി ഈ മൊഴി സാധൂകരിക്കുന്നു. ആരോപണത്തെ ഭാഗികമായി സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴി കെ ബാബുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും അന്വേഷണം മുന്നോട്ട് പോയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.